ബ്രഹ്മയുഗം ഡയറക്ടഡ് ബൈ രാഹുൽ സദാശിവൻ. ഈ സിനിമയുടെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള റൈറ്റർ ടി.ഡി. രാമകൃഷ്ണനാണ്. പച്ച മഞ്ഞ ചുവപ്പ് അതുപോലെ തന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഈ നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് റൈറ്ററാണ് ടി.ഡി. രാമകൃഷ്ണൻ. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയ മറ്റ് മൂന്ന് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്, ഒരാൾ മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, സിനിമാറ്റോഗ്രഫി ഷഹനാസ് ജലാൽ, അതുപോലെ തന്നെ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ്. അപ്പോൾ ഒരു ഫുൾ മോണോക്രോമിൽ ചിത്രീകരിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയിൽ സിനിമാറ്റോഗ്രഫിക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പ് ഒരു മൊത്തം പടം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത് 2020 മറ്റോ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദി ലൈറ്റ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. വില്യം ഡഫോയും അതുപോലെ തന്നെ റോബർട്ട് പാറ്റേഴ്സണൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലൻ സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഓപ്പനേമറിൻ്റെ ഒരു 40% മോണോക്രോം അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരുന്നു. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻസ്, അതിൻ്റെ ഫീലിങ്സ് ഒക്കെ വളരെ ഡീപ്പായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകനിലേക്ക് എത്തിക്കാനായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ചില സിനിമകളുടെയൊക്കെ ചില പർട്ടിക്കുലർ പോർഷനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാനുള്ള ഒരു കാരണം. എനിക്ക് പലപ്പോഴും ഒപ്പനേമർ കണ്ട സമയത്ത് ഒരു 5-6 പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഈ ഒപ്പനേമറിൻ്റെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ കോർട്ട് റൂം കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ രീതിയിൽ അദ്ദേഹം കടന്നു പോകുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുക. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുക. എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ മുഴുവനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാം, ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ മുഴുവനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്ന ഡിസിഷൻ ഈ ഡയറക്ടർ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ്. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഈ സിനിമയിലുണ്ട്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അർജുൻ അശോകൻ, അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ ഭരതൻ, പിന്നെ ലെജൻഡറി ആക്ടർ മമ്മൂട്ടി. ഈ 3 കഥാപാത്രങ്ങളും പിന്നെ നമ്മുടെ ബാലൻ ചേട്ടനും ഉണ്ട്, പിന്നെ ഒരു യക്ഷിയും ഉണ്ട്. ഇത്രയും പേരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്, 5 ആൾക്കാർ. അപ്പോൾ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 17ാം നൂറ്റാണ്ടിലെ ഒരു മലബാറിലാണ്. ഓക്കെ, കാലഘട്ടത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ കാലഘട്ടം അങ്ങനെ വൈഡായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഒരു മനയും കാടും അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം സിനിമാറ്റിക്കും മാത്രം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സൈഡ് നമുക്ക് അത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് കാണണമെങ്കിൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്, അതായത് ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു ഭാഗത്താണ് അതിൻ്റെ പൊളിറ്റിക്സ് വളരെ ഡീപ്പായിട്ടും അതുപോലെ തന്നെ വളരെ വിസിബിളായിട്ടും പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിനിമാറ്റിക് ആയിട്ട് കാണാം, പക്ഷേ പൊളിറ്റിക്കലായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ലെയർ ഉണ്ട്. ഇനി സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ അർജുൻ അശോകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബാലൻ ചേട്ടനെയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാലൻ ചേട്ടനൊക്കെ അത്രയേ ഉള്ളൂ. അതുപോലെ അതിനുശേഷമാണ് നമ്മുടെ അർജുൻ അശോകൻ ഈ പറയുന്ന മനയിലേക്ക് എത്തുന്നത്. മനയിലാണ് മറ്റ് 2 കഥാപാത്രങ്ങളുള്ളത്, അതായത് സിദ്ധാർത്ഥ ഭരതനും അതുപോലെ തന്നെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രവും ഉള്ളത്. അപ്പോൾ ഈ മനയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സിറ്റുവേഷൻസും പിന്നെ അതിൽ നിന്ന് പുറത്തു കടക്കലൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊക്കെ വിട്ടുകളയാം. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡയറക്ടറുടെ രാഹുൽ മാഡ്കിങ്ങിൻ്റെ മറ്റുള്ള സിനിമകൾ, ഇപ്പോൾ റെഡ് റെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത ഭൂതകാലമാണെങ്കിലും ഈ പേടി എന്ന് പറയുന്നൊരു ഇമോഷൻ അല്ലേ, പേടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഇലൂഷനാണ്. മനുഷ്യരുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു പേടി ഉണ്ടാകും. ആ പേടിയിലൂടെ ഒരാശയം പറഞ്ഞ് പോകാനായിട്ട് വല്ലാത്ത കഴിവുള്ളൊരു ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു ആക്ടർ കൂടി സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ടോട്ടൽ ഡയമെൻഷൻ തന്നെ മാറിപ്പോകുന്നുണ്ട്. ഈ സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അതായത് തുടക്കം മുതൽ അവസാനം വരെ, അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ മുതൽ അവസാനമുള്ള സീൻ വരെ മമ്മൂട്ടിയുടെ ഏറ്റവും കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബ്രഹ്മയുഗത്തിലെ ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിരിക്കും. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീൻ മുതൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും കോസ്റ്റ്യൂം, പിന്നെ ആകെ ഒരു വെള്ളമുണ്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നും കോസ്റ്റ്യൂമായിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെങ്കിലും ആകാരമാണെങ്കിലും അതൊക്കെ മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു മികച്ച സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ എടുത്തു പറയേണ്ട 2 പെർഫോമൻസ്, ഒന്ന് നമ്മുടെ അർജുൻ അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രമാണ്. സിദ്ധാർത്ഥ ഭരതൻ ആക്ച്വലി വളരെ മികച്ചൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് മുഴുനീള കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരാൾ അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ്റെ റോളും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു കഥാപാത്രമാണ് അർജുൻ അശോകൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തുന്ന സമയത്ത് ഇയാളുടെ പേര് അതുപോലെ തന്നെ ഇയാളുടെ അമ്മയുടെ പേരൊക്കെ മറന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആയിട്ടൊരു ആക്ടർ അഭിനയിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഏറ്റവും യങ് ആയിട്ടുള്ള
എന്താണ് നമ്മുടെ അർജുൻ അശോകൻ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും വലിയ ഒരു എന്താണ് ഈ മമ്മൂട്ടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു അർജുൻ അശോകനൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. രണ്ടാൾ നല്ല കട്ടയ്ക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്തും വളരെ മനോഹരമായിരുന്നു. രണ്ടാൾക്കാരുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ അദ്ദേഹം അഭിനയിച്ച് തകർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വളരെ യങ്ങറായിട്ടുള്ള അർജുൻ അശോകനും അദ്ദേഹത്തിന്റെ എഫേർട്ട് നമുക്ക് ആ സ്ക്രീനിൽ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ വെറുപ്പിക്കാത്ത രീതിയിൽ വളരെ മികച്ച രീതി, അതായത് അഭിനയിക്കുകയാണെന്നൊരു തോന്നലുണ്ടാക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും വളരെ ഗംഭീരമായിരുന്നു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ കാലം എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് കാലം പോലെ കലങ്ങി പറഞ്ഞ മറ്റൊരു നദിയില്ല എന്ന് പറഞ്ഞു പോകുന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി ഡിഫൈൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ ടീസറിൽ കണ്ടിട്ടുണ്ടാകും. അതായത് കാലത്തിന് എന്തൊരു വിരസതയാണെന്ന് ആ പറഞ്ഞു പോകുന്ന ഭാഗവും അതിഗംഭീരമായിരുന്നു. സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ വളരെ കാച്ചി കുറുക്കിയ ഡയലോഗ്സ് ആണ്. നിങ്ങൾക്കറിയാലോ ടി ഡി രാമകൃഷ്ണന്റെ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ വശീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ നോവൽ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അതറിയാം. അതുപോലെ തന്നെ സിനിമയിലെ സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗ്സ് ഉള്ളൂ. അങ്ങനെ വലിയ ലെങ്തി ആയിട്ടുള്ള വലിയ ഡയലോഗൊന്നുമില്ല. പക്ഷേ ആ ഡയലോഗ് എഴുതിയിരിക്കുന്ന രീതി, ആ ഡയലോഗ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ആ ഷോട്ട് വെച്ചിട്ടുള്ള രീതി, മമ്മൂട്ടിയെ പല സ്ഥലത്തും, അതായത് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ പല സ്ഥലത്തും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ലോവർ ആംഗിളിലാണ്, അതായത് താഴെ നിന്ന് മേലോട്ട്. അദ്ദേഹത്തിന്റെ പവർ, കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പവർ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന സാധനം നമുക്ക് സ്ക്രീനിൽ തന്നെ വളരെ വിസിബിൾ ആണ്. ആ രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. വലിയ അഭിനന്ദനം അറിയിക്കുന്നു ഈ സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിന്റെ മേക്കിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, മുമ്പുള്ള സിനിമകൾ പോലെ തന്നെ. ഇനി സിനിമയുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാര വിനിയോഗം, സ്വാതന്ത്ര്യം, അടിമത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തു പോകാനായിട്ട് സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ രാഷ്ട്രീയം, അതായത് ആ അർത്ഥത്തിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം, അധികാരം, അതുപോലെ തന്നെ അടിമത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് കാലത്തും വളരെ കാലികമായിട്ട് നിൽക്കുന്ന ഒരു വിഷയങ്ങളാണ്. നമുക്കൊരു 10 വർഷം മുമ്പ് കണ്ടാലും ഇനിയൊരു 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞാലും ഈ സിനിമയുടെ രാഷ്ട്രീയം അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സിനിമയുടെ മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ ഭയം എന്ന് പറയുന്നൊരു ഇലൂഷനാണ്. പേടി എന്ന് വെച്ചാൽ ഒരു ഇലൂഷനാണ്. എല്ലാവരുടെ ഉള്ളിലും ഈ ഭയമുണ്ട്. ആ ഭയത്തിലൂടെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. പല ആൾക്കാരും ഈ പേടി എന്ന് പറയുന്ന സാധനത്തിനെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ റൊമാൻസും അല്ലെങ്കിൽ ഈ പ്രേതത്തിനൊക്കെ കൊണ്ടുവന്നിട്ട് പല ആൾക്കാരും അതിനെ ഒരു ടിപ്പിക്കൽ ഒരു ഹൊറർ സിനിമയാക്കി മാറ്റാറുണ്ട്. പക്ഷേ ഭയത്തിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടി പറ്റുമെന്ന് നമ്മുടെ രാഹുൽ മാഡ്കിങ് തെളിയിച്ചിരിക്കുകയാണ്. വളരെ മികച്ച ഒരു വർക്കാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. സിനിമയിലെ എഡിറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാലും ഈ സിനിമയിൽ ഇഷ്ടംപോലെ പാട്ടുണ്ട്. ഒരു 3-4 പാട്ടുകൾ വരുന്നുണ്ട്. എല്ലാം പാടുന്നത് നമ്മുടെ അർജുൻ അശോകന്റെ കഥാപാത്രം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ചില ഭാഗത്തൊന്നും മ്യൂസിക്കേ ഇല്ല. അതുപോലെ തന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിക്കഴിഞ്ഞാലും എവിടെയാണോ മ്യൂസിക് വേണ്ടത് അവിടെ മാത്രമേ മ്യൂസിക് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ വയറിളകിയ പോലെ മ്യൂസിക് വലിച്ചു വാരിയിടുക, കണ്ടമാനം സ്കോർ ചെയ്ത് സിനിമ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ സ്കോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത നമ്മൾ കുറേ കാലങ്ങളായിട്ട് സിനിമയിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. എവിടെയാണോ മ്യൂസിക് വേണ്ടത് അവിടെ വളരെ പ്രോപ്പറായിട്ട് മ്യൂസിക്കിനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പോകാനായിട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിനിമയുടെ എഡിറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് പേടിപ്പിക്കാനായിട്ടും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പേടിപ്പിക്കുക ഇൻ ദ സെൻസ് നമ്മളെ വിഷ്വലി പേടിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഷൻ മൊത്തത്തിൽ പിടിച്ചു വെക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കുറേ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും, ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കും. അറിയാലോ, ഹൊറർ സിനിമ കാണുന്ന സമയത്ത് പല കമന്റുകളും പല ഭാഗത്തു നിന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിനെ അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇത് നമുക്ക് വളരെ സമാധാനമായിട്ട് കൂളായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഇത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുവിധം അരിയാഹാരം കഴിക്കുന്ന കപ്പ് ഓഫ് ടീക്കാർക്കൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എല്ലാവർക്കും കാണാൻ പറ്റിയ വളരെ മികച്ച സിനിമയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയ്ക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക് ആയിട്ടും ഈ സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ സമയം സിനിമാറ്റിക്കുമാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കലുമാണ് ഈ സിനിമ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസെപ്ഷൻ എന്ന് പറയുന്ന സിനിമയിലെ സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതായത് ഈ മൊത്തത്തിൽ ഒരു സ്ക്രീൻ മൊത്തം അല്ലെങ്കിൽ ഒരു റൂമിനെ മൊത്തം ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഷോട്ടൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? അതേപോലൊരു സീൻ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഈ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ സിറ്റുവേഷന് വളരെയധികം യോജിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഇൻസ്പിറേഷൻ ആയിരിക്കാം, അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും എന്നൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഈ ക്ലോസ്ട്രോഫോബിയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും വല്ലാണ്ട് ബുദ്ധിമുട്ടി പോകും. എനിക്ക് ചെറിയൊരു ക്ലോസ്ട്രോഫോബിയയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ചില സീനുകൾക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പക്ഷെ
പക്ഷേ അതും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് റിലാക്സ് അതിൽ നിന്ന് ഒന്ന് പുറത്തെത്തുന്ന സമയത്ത് എന്താണ് കഥാപാത്രമല്ല നമ്മൾ പുറത്തെത്തിയ ഒരു ഫീല് ശരിക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സിനിമയിലെ മഴയൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് വളരെ മികച്ച രീതിയിലാണ്. മഴ അത് പല രീതിയിൽ, അതായത് ഒരു കുളത്തിനകത്ത് ഇങ്ങനെ മഴ പെയ്ത് വരുന്നൊരു ഷോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകും, തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയൊരു പടക്കം പൊട്ടുമ്പോൾ, അതായത് രാത്രി പടക്കം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പകലായി മാറുന്ന ട്രാൻസിഷൻ, ഒരു നൈറ്റ് ഡേ ട്രാൻസിഷൻ ഉണ്ട്. അതേ സ്ഥാനം തന്നെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഹൊറർ ടോണിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതും വളരെയധികം എൻജോയബിൾ ആയിരുന്നു. ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലയാളത്തിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഓരോ സിനിമയിലും ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലും അദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും കിടിലമായിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഈ ചാത്തൻ വന്നതിന് ശേഷവും, ചാത്തൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ മൊത്തം കാര്യം പറയേണ്ടി വരും. പക്ഷേ ആ ചാത്തനെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. കിടിലമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പല്ലും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ എല്ലാം അതിഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയ മികച്ച ഒരു സിനിമാറ്റിക് പൊളിറ്റിക്കൽ അനുഭവമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു കിടിലം പടം. കൺഗ്രാജുലേഷൻ രാഹുൽ മാഡ്കിങ്. അതുപോലെ തന്നെ സിനിമയുടെ റൈറ്റർ ടി.ഡി. രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ചില സാധനങ്ങളൊക്കെ അതിഗംഭീരമാണ് കേട്ടോ. ഒരു പക്ഷേ ഈ സിനിമ OTT വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഹൈക്ക് പോലെ എഴുതി പോകാനുള്ള ഒരുപാട് ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. സോ ഒരു റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റിയുള്ള റിപ്പീറ്റ് വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന വളരെ വളരെ മികച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. സോ നിങ്ങൾ സിനിമ കാണുക, നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. താങ്ക് യു.